ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ക്വാഡ് കമ്പനി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ പേജിൽ പ്രഗ്നൻസി ജേർണിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്, ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എന്തൊക്കെ ഫുഡാണ് കഴിച്ചിരുന്നതെന്നും എൻ്റെ വെയിറ്റ് കൂടാതെ ബേബീസിൻ്റെ വെയിറ്റ് കൂട്ടാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നുമായിരുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും പ്രഗ്നൻസിക്ക് വേണ്ടി നോക്കുന്നവർക്കും എന്നെപ്പോലെ തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ളവർക്കും വേണ്ടിയൊക്കെ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കൺസീവ് ആയപ്പോൾ തൊട്ട് ഡെലിവറി വരെ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ 4 സാക്കാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞ് അവിടുത്തെ ഗൈനക് ഹെഡായ ഡോക്ടർ രഞ്ജിത്ത് ജോൺ ജേക്കബ് ഡോക്ടറിനെയാണ് ഞങ്ങൾക്ക് റെഫർ ചെയ്തത്. സക്സസ് റേറ്റ് വളരെ കുറവാണെന്നും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഞെട്ടലാണ്. പക്ഷേ വിദേശത്തൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് യൂട്രസിന് 4 കുട്ടികളെ താങ്ങാൻ കഴിയും. എനിക്കാണെങ്കിൽ ഹൈറ്റിൻ്റെ കാര്യത്തിൽ വളരെ കുറവുമാണ്. എങ്ങനെയെങ്കിലും മാക്സിമം 7 അല്ലെങ്കിൽ 8 മാസം വരെ എത്തിക്കണമെന്നും ബേബീസിന് 1 കിലോയിൽ കൂടുതൽ വെയിറ്റ് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അന്നത്തെ ദിവസം ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോരുമ്പോൾ എൻ്റെ ഇച്ചായൻ്റെ വിഷമവും ടെൻഷനും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. 3-ാം മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഞങ്ങൾ ഡിസിഷനൊക്കെ ആയിട്ട് ചെന്നത്. അപ്പം തന്നെ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 4 പേരെയും മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചെന്ന്. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് മാനേജ്മെൻറ്റാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന്. എൻ്റെ വെയിറ്റ് ഇൻക്രീസ് ആവാതെ ബേബീസിൻ്റെ വെയിറ്റ് കൂട്ടണം എന്നുള്ള ഒരു കർശനമായൊരു ഡയറ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കയറിയാലും ഫുള്ളൊരു പോസിറ്റീവായിരുന്നു ഡോക്ടറുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ടെൻഷൻ അടിച്ചായിരുന്നു ഓരോ പ്രാവശ്യവും ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി പോകുന്നത്. ബേബീസിൻ്റെ വെയിറ്റ് കൂടിയോ ഡോക്ടർ വഴക്ക് പറയുമോ എന്നൊക്കെ ഓർത്തായിരുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ഞങ്ങൾ ഒരു വെയിറ്റിംഗ് മെഷീൻ വീട്ടിൽ തന്നെ മേടിച്ചു വെച്ചു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളും വെയിറ്റ് വീട്ടിൽ തന്നെ നോക്കാൻ തുടങ്ങി. അതുമാത്രമല്ല വെയിറ്റ് കൂട്ടാൻ എന്തൊക്കെ ഫുഡ്സ് കഴിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഗൂഗിളിൽ നോക്കി തുടങ്ങി. പ്രഗ്നൻസി പീരീഡിൽ മെയിനായിട്ടും സീസണൽ ഫുഡായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് മസ്റ്റായിട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെയിലി 2 ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു, 2 മുട്ട കഴിക്കണമെന്ന് പറഞ്ഞു, ബദാം, കപ്പലണ്ടി, പിസ്ത, പിന്നെ ഉണക്കമുന്തിരി അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. ചെറുപയർ, വൻപയർ അതെല്ലാം നമ്മൾ ചോറിന് കൂടത്തി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ച് വോമിറ്റിംഗ് ടെൻഡൻസി നന്നായിട്ടുണ്ടായിരുന്നു. അവക്കാഡോ ഒക്കെ കഴിക്കുമ്പോൾ അതിനുള്ളിൽ നാര് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ വോമിറ്റ് ചെയ്ത് കളയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയായാലും നട്ട്സ് ഓരോ പ്രാവശ്യവും സ്കാനിങ് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നട്ട്സിൻ്റെ എണ്ണം കൂട്ടാൻ. ആദ്യം 4 പിന്നെ 6 പിന്നെ 8. എന്നാലും എച്ചായൻ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഫ്രൂട്ട്സൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എനിക്ക് ബോക്സിലാക്കി വെച്ചിരിക്കും. എന്നിട്ടോ ഡ്യൂട്ടിയുടെ ഇടയ്ക്കെല്ലാം എന്നെ വിളിച്ചു ചോദിക്കും കഴിച്ചോ എന്ന്. പലർക്കുള്ള ഒരു ഡൗട്ടാണ് ഇത് കഴിച്ചാൽ കുട്ടി അങ്ങോട്ട് വല്ലാണ്ട് വെളുക്കുമെന്ന്. വേറെ ഒന്നുമല്ല ഗൈസ്, കുങ്കുമപ്പൂവ്. എനിക്കും കിട്ടിയിരുന്നു കുങ്കുമപ്പൂവ്. പക്ഷേ എനിക്കത് കഴിക്കാൻ പേടിയായിരുന്നു. കാരണം ഈ കുങ്കുമപ്പൂ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാനത് കിട്ടിയാലും കഴിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ഫുഡിൻ്റെ ടൈം ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് 2 എഗ്ഗ് കഴിക്കുമായിരുന്നു. പിന്നെ ഈവനിങ്ങും മോർണിംഗുമായിട്ട് 2 ഗ്ലാസ് പാല് കുടിക്കുമായിരുന്നു. ഈ പാലിനകത്ത് നമുക്ക് ഡോക്ടർ പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്തായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഓറഞ്ച് കഴിക്കും, പിന്നെ പേരയ്ക്ക, ആപ്പിള്, കിവി, അവക്കാഡോ, പിന്നെ വാട്ടർ മെലൺ, പിന്നെന്താണ് നമുക്ക് ദാഹത്തിനൊക്കെ ലൈം ജ്യൂസ് കുടിക്കുമായിരുന്നു. നോൺ വെജിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുവാണെങ്കിൽ ഞാൻ പറയാം ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനായിരുന്നു. ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയാണ് എപ്പോഴും വെച്ച് തരുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് ഫ്രൈ ഒക്കെ ഇടയ്ക്ക് ഇച്ചാൻ പുറത്തുനിന്നൊക്കെ മേടിച്ച് തരും. പക്ഷേ അതൊന്നും കഴിക്കലെന്ന് അമ്മ പറയുമായിരുന്നു. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കഴിക്കും. പിന്നെ പന്നിയുടെ കാര്യത്തിൽ അമ്മ കഴിക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രോമവളർച്ച കൂടുമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പന്നി തൊട്ടിട്ടില്ല ഗൈസ്. പിന്നെ ആട്ടിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. ആട്ടിറച്ചി കൂടുതലും ഞാൻ ഫ്രൈ ചെയ്ത്, അതായത് കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ വൈകുന്നേരം ഈവനിങ് ടൈമിൽ ചപ്പാത്തിയുടെ കൂടെ പനീർ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. പനീർ നല്ല പ്രോട്ടീൻ ഐറ്റമാണ്. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂട്ടത്തിലായിരുന്നു മെയിനായിട്ടും കഴിക്കുന്നത് കടലയുണ്ടായിരുന്നു. പിന്നെ ചെറുപയർ കഴിക്കുമായിരുന്നു. ചെറുപയർ എനിക്ക് കറിയായിട്ട് കഴിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ചെറുപയറും തേങ്ങയും ഇട്ടിട്ട് അതിൽ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തായിരുന്നു. ഷുഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ് ഒരു കാര്യം ഓർത്തത്. എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞ സാധനം പ്രഗ്നൻസി ടൈം ആയപ്പോഴത്തേക്കും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൊതിയുള്ള കാര്യമായിരുന്നു ഷുഗർ എന്ന് പറയുന്നത്.
കേക്കും മിഠായി ലഡു ജിലേബി അങ്ങനെയുള്ള ബേക്കറി ഐറ്റം എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷെ പ്രഗ്നൻസിയുടെ സമയത്ത് വേറൊരാൾ ഇത് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാനുള്ള ഒരവസ്ഥയായിരുന്നു. മധുരം കഴിക്കില്ലെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ എനിക്ക് ചെറിയൊരു കൊതിയുണ്ട് ഷെയ്ക്കിനോട്. അപ്പോൾ ഇച്ചായൻ എന്നെ പുറത്ത് കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ വളരെ കുറച്ച് മാത്രം ചോക്ലേറ്റ് ഷേക്ക് മേടിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഇച്ചാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ബേബീസിന് 1 കിലോ എങ്കിലും വെച്ച് 4 പേർക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുമായിരുന്നു. ജങ്ക് ഫുഡ്, പാക്കറ്റ് ഫുഡ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് വേണ്ടാന്ന് തന്നെ വെച്ചു. പിന്നെ എനിക്ക് നൂഡിൽസ് വലിയ ഇഷ്ടമായിരുന്നു. നൂഡിൽസ് പക്ഷെ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി കഴിയുന്നവരേക്കും ഞാനത് പിന്നെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻസിയുടെ ഒരു 5th മന്ത് ആയപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിനടുത്ത് ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പുറത്ത് പോയിട്ട് ഇടയ്ക്ക് അൽഫാമൊക്കെ കഴിക്കാൻ വളരെ കൊതിയായിരുന്നു. പക്ഷേ ഇച്ചായൻ അൽഫാം കഴിച്ചാൽ ഞാനത് കഴിക്കാതെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് മസാല ദോശ പിടിക്കുമായിരുന്നു ഡേയ്സ്. ഞങ്ങൾക്ക് തന്നിരുന്ന വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഇതുപോലെ ഫ്രീ ടൈം ആയിട്ട് ജനിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബർത്ത് വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം ബർത്ത് വെയിറ്റ് നോക്കുമ്പോൾ എല്ലാവരും തന്നെ ഒരു 750, 850, 900 ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അതിലും അത്രയൊക്കെ തന്നെ എത്തിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പ്രഗ്നൻസി ജേർണി ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.